ചൊറിയാനൊരു യാത്ര ഒരുപാടുള്ള ചെയ്യുന്നവർക്ക് അവർ ചില ദിവസം യാത്ര ചെയ്യില്ലെങ്കിൽ അവർക്കൊരു പ്രയാസമാണ്. യാത്ര ചെയ്യാത്ത ദിവസം പുള്ളിക്ക് വിഷമിച്ചിരിക്കുമ്പോൾ പുള്ളി ആലോചിച്ച് ഇതിനൊരു സൊല്യൂഷൻ കാണണം. ഫാൻ ഇട്ട് ഫാനിൽ ഹാങ് ഇട്ടിട്ട് ആ ഫാൻ ഓൺ ചെയ്തു ഇങ്ങനെ യാത്ര ചെയ്തു. എല്ലാ ദിവസവും 10-15 മിനിറ്റ് ഇതാണ് കഴുത്തിലിട്ടിട്ടാ ഫാൻ ഇങ്ങനെ മീഡിയം സ്പീഡിൽ വെച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യും. വൃത്തികെട്ടവനാ നമ്മൾ കഥയൊക്കെ ഉണ്ടാക്കും. ഇവരെല്ലാം എന്തോ ചില കണക്ഷൻ വേറെ രീതിയിലൊക്കെ ഉണ്ട്. അശോകന്റെ ചില സൈലന്റ് റിയാക്ഷൻസ് ഉണ്ട്. കുരുത്തക്കേട് കാണിച്ചിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില മുഖഭാവങ്ങളുണ്ട്. ചൊറിയനായിട്ടുള്ള ഒരു ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ വല്ലതും പറയുമ്പോഴൊക്കെ കൂളാ നമ്മൾ നിൽക്കേണ്ടത് നിൽക്കാറുണ്ട്. ഓം എന്ന് പറഞ്ഞ സിനിമ ഉർവശി ചേച്ചിയും ശ്രീനിയേട്ടനും ആയിരുന്നു. എല്ലാരെയും കോവിഡ് നശിപ്പിച്ചപ്പോ എന്നെ കോവിഡ് രക്ഷിച്ചു. അയ്യോ ഞാൻ ഒരു ചേച്ചി എന്നെ കൊല്ലല്ലേ. സിനിമയെ സംബന്ധിച്ച് നമ്മളിപ്പോ ഈ കസേര എഴുന്നേറ്റ് പോയാല് അപ്പൊ കസേര കഴിവ് വേണം. നമ്മുടെ സമയം എന്ന് പറയും. എനിക്ക് എത്രയോ ക്യാരക്ടേഴ്സ് വന്നിട്ട് മാറിപ്പോയിട്ടുണ്ട്. അന്യഭാഷാ ചിത്രങ്ങളിൽ പോലും വന്നിട്ട് മാറിപ്പോയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഒക്കെ പറ്റി ചോദിച്ച പ്രശ്നമാണ്. പല സംവിധാനം പറയാം സ്ക്രിപ്റ്റ് തരില്ല. അയാൾ സ്ക്രിപ്റ്റ് ചോദിച്ചിരിക്കുന്നത് വലിയ ഭയങ്കര സ്റ്റാർ കരിക്കുമ്പോൾ കുടിക്കോട്ടെ ജ്യൂസേ കുടിക്കുമെന്ന് പറയും. ഇപ്പൊ കാരവൻ വാഷ്റൂം ഒക്കെ ഉണ്ടല്ലോ. അന്നത്തെ കാലത്ത് വാഷ്റൂം പോലും ഇല്ലാതെ കാട്ടിനകത്തൊക്കെ പോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ എവിടെ കൊണ്ടിട്ടാലും ജീവിക്കും. ചില സമയത്ത് ഞാൻ സോളോ ട്രാവൽ ചെയ്യും. സോളോ പോകാറുണ്ട്. അത് എനിക്ക് ഭ്രാന്തെടുക്കുന്ന സമയത്താണ് പോകുന്നത്. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിന്തകൾ വല്ലവന്റെ തലക്കിടുക. അത് വീട്ടിൽ അച്ഛന്റെ അമ്മയുടെയോ മോളുടെയോ ഒക്കെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അവിടെ സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമസ്കാരം. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ അടിനാശം വെള്ളപ്പൊക്കം. ഉടനെ തന്നെ നമ്മുടെ തിയേറ്ററിൽ നമ്മൾ കാണാൻ പോകുന്ന സിനിമയാണ്. ആ സിനിമയുടെ വിശേഷങ്ങളായിട്ട് അശോകേട്ടനും മഞ്ജു ചേച്ചിയും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ ഹലോ. കുമ്പിടി. യെസ്, കുമ്പിടി. അവിടെയും ഇവിടെയും കാണാം. ചേച്ചി നിങ്ങളും ഇങ്ങനെ തന്നെയാണല്ലോ. ഈ സിനിമയിൽ ചെയ്യുന്നു, ബിഗ് സ്ക്രീനിൽ കാണുന്നു, അപ്പൊ തന്നെ സ്മോൾ സ്ക്രീനിൽ കാണുന്നു, പിന്നെ നമ്മൾ അവിടെ കാണുന്നു, ഇവിടെ കാണുന്നു. പിന്നെന്താ നിങ്ങളുടെയൊക്കെ കണ്ണ് കാരണം ആ സ്മോൾ സ്ക്രീനിൽ പോയി കിട്ടിയിട്ടുണ്ട്. അവരാ ഫോർമാറ്റ് മാറ്റി. ആണോ? ഒരു ചിരിയുടെ ഫോർമാറ്റ് മാറ്റി. ഇനി എന്താ ഫോർമാറ്റ് മാറ്റിയത്? മഞ്ജു ചേച്ചിയെ മാറ്റിക്കൊണ്ടാണോ? ഫോർമാറ്റ് ഞാൻ ടോട്ടലി മാറ്റിയിട്ടില്ല. യങ്സ്റ്റേഴ്സ് അവര് യൂത്ത് എന്ന് വിളിക്കും, പക്ഷെ യൂത്ത് ഒന്നും അല്ല. അവര് ഇരിക്കുന്ന നോബി, ബിബിൻ, ആര്യ. ഞാൻ ചോദിച്ചിട്ടില്ലേ ആരാണ് യൂത്ത് ആരാണെന്ന് മനസ്സിലായില്ല. മറ്റൊന്ന് സീനിയർ എന്നുള്ളത് മാറ്റിയിട്ട് സൂപ്പർ എന്നാക്കി പിഷാരടി വന്നിട്ട്. അവിടെ പിഷാരടി ഞാന് നസീർക്ക ശനി ഞായറും. അതായത് മത്സരം, ഈ മത്സരത്തിൽ നിന്ന് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള മത്സരത്തിൽ നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്യും. ബെസ്റ്റ് അവരുടെ അതായത് അവർ മീൻസ് മത്സരമല്ല, പെർഫോമൻസ്. ആ പെർഫോമൻസിൽ നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് സാറ്റർഡേ സൺഡേ മത്സരം വെക്കും. അതിൽ ജയിക്കുന്നവർക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കും. എല്ലാ ശനി ഞാൻ അങ്ങനെ ഫോർമാറ്റ് മാറ്റി. പക്ഷെ ഒരു കണക്കിന് എനിക്ക് വിഷമമാണ്. ബട്ട് ഒരു കണക്കിന് അതെനിക്ക് ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. ബിക്കോസ് എനിക്ക് സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ സമയം അവിടെ എന്നെ ജോണിച്ചേട്ടനൊക്കെ കളിയാക്കി. അവർക്കൊക്കെ സന്തോഷമായല്ലോ. ജോണിച്ചേട്ടൻ പറയും എന്താണ് മനോരമ വാങ്ങിക്കാണ്ടിരിക്കുക, ഗവൺമെന്റ് ജോലിയാ മഞ്ജുവിന് മനോരമയില്. എല്ലാരും ചോദിക്കും ഗവൺമെന്റ് ജോലിക്ക് പോയില്ലേ എന്ന്. അത് പോയി കിട്ടി. പക്ഷെ അതുകൊണ്ട് സിനിമയ്ക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. മറ്റൊന്ന് ഭയങ്കര ഒന്ന് ചെയ്യുമ്പോ മറ്റേതിന് അഭിലാഷം ചെയ്യുന്ന സമയത്ത് ചെറിയ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വന്നപ്പോ നമുക്ക് നൈറ്റ് ഷൂട്ട് വെച്ചത് ഓർമ്മയുണ്ടോ? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നൈറ്റ് ഷൂട്ട് ആയിരുന്നു ഫുള്ള്. ആ സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഡേറ്റ് മാറി. നമ്മുടെ സിനിമയുടെ പ്രശ്നം കാരണം. സിനിമയുടെ പ്രശ്നം വെച്ചാൽ ക്ലൈമറ്റ് അവിടെ കുട്ടിക്കാനത്തായിരുന്നു. അപ്പം കോളേജ് തുറക്കുമ്പോൾ കോളേജ് പകല് തരാൻ പറ്റില്ല. അങ്ങനെ ഒരു രാത്രിയാണ് തന്നത് കോളേജ് കഴിഞ്ഞിട്ട്. അപ്പം രാത്രിയിൽ ഞങ്ങൾ ഓഫീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പകല് ഞാൻ ഒരു ചിരിയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കാറെടുത്ത് അവിടെ വന്ന് നൈറ്റ് ഷൂട്ട് ചെയ്ത് അവിടുന്ന് വെളുപ്പിനെ വീണ്ടും വന്ന് ഇത് ചെയ്യാം. അപ്പം അത് ഭയങ്കര പക്ഷെ എനിക്ക് അന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നു. നൈറ്റ് ഡ്രൈവിംഗ് ഒരിക്കലും പാടില്ല. നൈറ്റ് ഡ്രൈവ് അല്ല ഏട്ടാ, വെളുപ്പിനെ 5 മണിക്ക് പോകും. അപ്പൊ അതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല പോകുന്നു. ഞാൻ ഷൂട്ട് ചെയ്യും, ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ലല്ലോ. ഡ്രൈവർ ഉറങ്ങുമല്ലോ. പക്ഷെ അങ്ങനെ പറയാതേട്ടാ, എന്തായാലും കഴിഞ്ഞില്ലേ. ഇതൊരു പാഠമായിരിക്കണം. ഇല്ല ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. അല്ല, ചില ആൾക്കാരിൽ നമ്മൾ കാണുന്നതാണ് അവർക്ക് 24 hours ഇതുപോലെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തോണ്ടേ ഇരിക്കണം.
എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഒരു സമയം ഒരു ദിവസം അതിനായിട്ട് ബ്രേക്ക് എടുക്കാൻ ചിലർക്ക് പറ്റൂല. ചില ആൾക്കാർക്ക് എന്നാൽ ഇടയ്ക്കൊന്ന് ഒത്തിരി കുറച്ച് റിലാക്സ്ഡ് മോഡിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. ചേച്ചിക്ക് അതാണോ ഇഷ്ടം, റിലാക്സ്ഡ് മോഡിൽ വർക്ക് ചെയ്യാനോ? ആണോ? അല്ല, നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിരിക്കും അല്ലേ? അതെ അതെ അതെ. ചേട്ടനും അങ്ങനെ തന്നെയാണോ? ഇത് അങ്ങനെ ഉണ്ട്. നമ്മൾ സ്ഥിരം ഈ യാത്ര ഒരുപാടുള്ള ഈ ചെയ്യുന്നവർക്ക് അവർ ചില ദിവസം യാത്ര ചെയ്യില്ലെങ്കിൽ അവർക്കൊരു പ്രയാസമാണ്. എന്തോ പോലെ കാറിലോ എന്തെങ്കിലും ബൈക്കിലോ കാറിലോ ഫ്ലൈറ്റോ ട്രെയിനോ ഒക്കെ യാത്ര ചെയ്യുന്നവർക്ക് അവർ ചില ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്ന അതിൽ ഒരാൾ ചെയ്യുന്ന കാര്യം, യാത്ര ചെയ്യാത്ത ദിവസം പുള്ളിക്ക് വിഷമിച്ചിരിക്കുമ്പോൾ പുള്ളി ആലോചിച്ച ഇതിനൊരു സൊല്യൂഷൻ കാണണം. പുള്ളി ഫാൻ ഇട്ട് ഫാനിൽ ഒരു ഹാങ് ഇട്ടിട്ട് ആ ഫാൻ ഓൺ ചെയ്തു. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും 10-15 മിനിറ്റ് ചെയ്തു. അങ്ങനെ കഴുത്തിലിട്ടിട്ടാ അതെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് ഫാൻ ഇങ്ങനെ മീഡിയം സ്പീഡിൽ വെച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യും. ചുമ്മാ എനിക്ക് തോന്നണേ ഇപ്പത്തെ ആൾക്കാരുടെ കൂടെ നിൽക്കാൻ വേണ്ടി തമാശ പറയാൻ വേണ്ടി തമാശ പഠിച്ചു പറയുന്ന ക്ലാസ്സിന് പോകുന്നുണ്ടോ? ഇപ്പോഴത്തെ ആൾക്കാരോട് നിൽക്കാനൊന്നും ഇല്ല. അത് അങ്ങനെയുള്ള പരിപാടിയൊന്നും നമുക്കില്ല. ഇല്ല, നമ്മൾ നിൽക്കേണ്ടത് നിൽക്കാറുണ്ട്. തമാശ പറഞ്ഞിട്ട് പണ്ടും ഇപ്പോഴും പറയും. അല്ല ഇപ്പോഴത്തെ ആൾക്കാരാണല്ലോ നമ്മളെ നിർത്തുന്നത്. അതെ, അപ്പൊ അത് നിൽക്കാൻ വേണ്ടി ചെല്ലുകയല്ല, നിർത്തുക നമ്മളെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് നിൽക്കാൻ ചെല്ലുകയല്ല. അത് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട്. ഓ ഓക്കെ. ഈ സിനിമയും ഷെഡ്യൂളൊക്കെ ആയിട്ട് നിങ്ങൾ എപ്പോഴും ബിസി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഡെയിലി ഇപ്പൊ പറഞ്ഞ പോലെ ഒരു സ്പേസ് വേണം. ഡെയിലി ഒരു 1 hour കുറച്ച് സമയം നമുക്കൊരു മീ ടൈം എന്ന് പറയുന്നത് കുറച്ച് നേരം വേണം എന്ന് ഒരു വാശിയോ അല്ലെങ്കിൽ അങ്ങനെ വേണം ചില ആൾക്കാർക്ക്. ചില ആൾക്കാർക്ക് ഒരു വീക്ക്ലി വൺസ് ഒരു ബ്രേക്ക് കിട്ടിയാൽ മതി, ചിലർക്ക് മന്ത്ലി, ചിലർക്ക് ഓരോ പ്രൊജക്റ്റ്. നിങ്ങളിപ്പോൾ ഓരോ പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് അടുത്തൊരു സിനിമ. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വർക്കിംഗ് പാറ്റേൺ? ചേട്ടൻ എങ്ങനെയാ? ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാന്ന് പറഞ്ഞാലേ അത് വർക്കല്ല ആവശ്യം വേണം. അപ്പം അല്ല, ഈ കുറേയൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ്. വർക്കിൻ്റെ ഷെഡ്യൂൾസ് ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ്. അപ്പം എന്ത് പറയും, എനിക്ക് തീരെ സമയമില്ല, അവിടെ പോകണം ഇവിടെ പോകണം, ഒട്ടും സമയമില്ലാതെ. ഈ സമയം കുറേ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. തിരക്കുകൾ ആവശ്യത്തിന് വേണം. ജനറലി പറയാം, തിരക്കുകൾ ആവശ്യത്തിന് വേണം. പക്ഷെ അത് കാരണം ഇപ്പം ഈ പറഞ്ഞ 24 hours ഇപ്പം നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു തമാശ മണ്ടത്തരം പറഞ്ഞല്ലോ, ഫാനെ തൂക്കുന്ന കാര്യം യാത്ര ചെയ്തുകൊണ്ട് അങ്ങനെ നിബന്ധന വാസ്തവത്തിൽ പാടില്ലാത്തതാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും യാത്രയും രാവിലെ പോയി യാത്രയും നമ്മൾ തീരുമാനിക്കാൻ നമുക്ക് സ്വസ്ഥമായിട്ട് ഈ സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ട് അഭിനയിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഒരു ഡ്രൈവർക്കുള്ള ജോലി പോലെയാണ് സിനിമയുടെ. കാരണം ടോപ്പ് ടു ബോട്ടം ഒരു വണ്ടി ഓടിക്കുന്ന ആൾ ചെയ്യണം. അയാളുടെ ആരോഗ്യം, ബുദ്ധി എല്ലാം വേണമല്ലോ അതിനകത്ത്. അപ്പോൾ ഇതുപോലെ തന്നെ അഭിനയിക്കുന്ന സമയത്തും ആക്ടേഴ്സിനും വേണമല്ലേ. അപ്പോൾ നമ്മളൊരു ഡയലോഗ് പറഞ്ഞൊരു കാര്യങ്ങൾ ഷോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തെല്ലാം പ്രവർത്തിക്കണം നമ്മൾ, എന്നാലേ ആ ഷോട്ട് കാര്യങ്ങൾ പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. അത് അതിനകത്തൊരു ഭാഗമാണ്. അപ്പോൾ അതിനൊക്കെ കുറച്ച് ഒരു റിലാക്സേഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത കാര്യം ഫ്രഷായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചിലപ്പോൾ മുമ്പൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടു, ഈ മെഡ്രാസിൽ പണ്ട് ഷൂട്ടിങ്ങുള്ള സമയത്തൊക്കെ അന്നത്തെ നമ്മുടെ സീനിയർ ആക്ടേഴ്സൊക്കെ, ഇപ്പം സത്യനും പ്രേം നസീറും മധുവും ഇങ്ങനെയൊക്കെ, പിന്നെ മഞ്ജുവിൻ്റെ അപ്പൂപ്പരൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇവരിങ്ങനെയുള്ള ആക്ടേഴ്സൊക്കെ പണ്ട് ഒരു സെറ്റിൽ നിന്ന് രാവിലെ വെളുപ്പിനെ പോലെ ഉച്ചവരെ ഒരു സെറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റുഡിയോയിലേക്ക്, അത് കഴിഞ്ഞാൽ രാത്രി 12 മണി വരെ വെളുപ്പിനെയൊക്കെ പോകുന്ന ഷിഫ്റ്റുകളുണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാവരും അന്നത്തെ ഇത് വാസ്തവത്തിൽ അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നകൂടി അതിനൊക്കെ അതിന് വ്യത്യാസമായി. അപ്പം അന്ന് അങ്ങനെയുള്ളവർ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളവരെ. ചിലർ ജീവിക്കാൻ വേണ്ടി തൊഴിലാക്കി എടുത്ത് അത് വേറെ മാർഗ്ഗമില്ലെന്ന്. പുറത്തു പോയി ഷൂട്ടിംഗ് ഒന്നും ഇല്ല. സ്റ്റുഡിയോ തന്നെ സെറ്റ് മാറ്റിയിടുക, അടുത്ത വിടുമ്പോൾ വേറെ സെറ്റ് എടുത്ത് അങ്ങോട്ട് അതിനകത്ത് വെക്കുക, ഇങ്ങനെ പരിപാടിയല്ലേ. അപ്പം രണ്ടായാലും നമുക്കൊരു ഇടക്കൊന്ന് ഫ്രഷ് ആവണം എന്നുണ്ടെങ്കിൽ ആക്ടേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് റിലാക്സേഷൻ വേണം. എന്നാലേ പുതിയ നമ്മൾ ഈ സിനിമ അഭിനയം എന്നുള്ളതല്ല, ഏത് കാര്യം ചെയ്താലും ഇപ്പൊ ഈ IT കാര്യം തന്നെ ഉണ്ടല്ലേ, ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്ക് അവർ കുറേ നേരം ഭയങ്കര പണിയില്ലേ ഇവർക്ക്, ഓവർലോഡല്ലേ. ഇത് കുറേ ചെയ്യുമ്പോൾ അവർ പതുക്കെ എടുത്താറുണ്ട്, ലാപ്ടോപ്പ് ഒക്കെ ആയിട്ട് പതുക്കെ ഒരു ചായ ഒക്കെ ആയിട്ട് പുറത്തിറങ്ങും. അങ്ങനെ ഇങ്ങനെ ഉള്ളവരൊക്കെ അത് വേറെ എവിടെയെങ്കിലും ഇരുന്ന് കുറേ നേരം ഇരിക്കുക, സംസാരിച്ചിരിക്കുക, കുറേ സമയം കൊണ്ട് അവർ വീണ്ടും തിരിച്ച് ഇതിനകത്ത് വന്നിരിക്കും. ഇതൊരു ഭയങ്കര റിലീഫാണ്. ആവശ്യം നമുക്ക് വർക്കെല്ലാം വേണം, അത് വേറെ കാര്യം. പക്ഷേ ഇടയ്ക്കൊന്ന് നമ്മളെ റിഫ്രഷ് ചെയ്യണം. അത് നമ്മൾ തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, നമ്മൾ തന്നെ ചെയ്യാം, നമ്മൾ ചെയ്യണം. അല്ലെ അടുത്തതിലേക്കുള്ള നമുക്കൊരു ബുദ്ധി ഫ്രഷ്നെസ് ഉണ്ടാവും. ചേട്ടൻ അത് എങ്ങനെയാ, എത്രത്തോളം ഒരുമിച്ച് നിന്ന് ചേട്ടൻ വർക്ക് ചെയ്തിട്ടാണ് എപ്പോഴും ഒരു ബ്രേക്ക് എടുക്കാറുള്ളത്? ഇല്ല, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വരുന്ന സിനിമകൾ നമ്മൾ ഏതെങ്കിലും മുഴുക്കെ നമ്മൾ അത് സ്വീകരിച്ചാലും നമുക്ക് ഈ ഒരു പറഞ്ഞ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവുള്ളൂ. അതേതായാലും ചെയ്യുന്നില്ല.
അപ്പോൾ ആവശ്യത്തോട് മുമ്പൊക്കെയാണ് വരുന്ന സിനിമകളൊക്കെ എല്ലാം അങ്ങ് ചെയ്യുമായിരുന്നു മുമ്പുള്ള സമയങ്ങൾ. ഇന്നത് ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഇന്നത്തെ ഈ സിനിമയുടെ രീതി വെച്ച് നമ്മളങ്ങനെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമുക്കതുകൊണ്ട് പ്രയോജനമില്ല, ദോഷമേ വരുത്തുള്ളൂ. ആവശ്യം നമ്മളെടുക്കുക, പോവുക. പിന്നെ ചില സമയങ്ങളിൽ ചിലപ്പോൾ ചിലതിൻ്റെ പെർമിഷൻ കിട്ടില്ല, നന്നേ പറ്റുള്ളൂ, നമ്മളെല്ലാം നന്നേ പറ്റുള്ളൂ. അതിൽ കൂടെ വയ്ക്കുന്ന ഒരു ആക്ടർക്ക് ചിലപ്പം അയാൾക്ക് ഇപ്പം അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ സഹകരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെല്ലാം പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ രാത്രിയിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നിരിക്കും. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ചില സമയത്ത് സിറ്റുവേഷൻ പോലെ പ്രൊഡ്യൂസറുടെ കാര്യമൊക്കെ നമ്മൾ ആലോചിക്കണമല്ലോ. അതെ, അങ്ങനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്തേ പറ്റൂ. ചേച്ചി എങ്ങനെയാ? ചേച്ചിക്ക് എങ്ങനെയാ ഈ ഒരു ബ്രേക്ക് ടൈം എങ്ങനെ വേണം എന്നാണ്? അല്ല, എനിക്ക് നമ്മുടെയൊക്കെ ജോലി, പ്രത്യേകിച്ച് ആക്ടേഴ്സിൻ്റെ ജോലി, അത് ഏത് കാസ്റ്റ് ആണെങ്കിലും, അതായത് ഇപ്പം ഹീറോ ലെവലിൽ നിൽക്കുന്നവരാണെങ്കിലും, പക്ഷെ കൂടുതലും ക്യാരക്ടർ ആക്ടേഴ്സിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് ആക്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം നമുക്ക് ഈ സിനിമ എത്ര കാലം ഉണ്ടാവുമെന്ന് നമുക്ക്, എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി അറിയില്ല. നാളെ നമ്മളെ വിളിക്കാതിരിക്കാം, ചിലപ്പോൾ നാളെ നമ്മൾ കണ്ടിന്യൂസ് പോയിട്ട് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് പുതിയ ആൾ വരുമ്പോൾ നമുക്ക് മാറും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതിൽ നിന്ന് ബ്രേക്ക് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? അതായത് അങ്ങനെ ഒരാളല്ല ഞാൻ. എനിക്ക് കിട്ടുന്ന സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ ഞാനൊരു 8 മാസം മുമ്പൊക്കെ ചിലപ്പോൾ ഞാനൊരു സമയം എടുക്കും. അതായത് ഇന്ന ദിവസം വർക്കൊന്നും ആയിട്ടില്ല എങ്കിൽ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അതിനൊരു മാസം മുമ്പായിരിക്കും എനിക്ക് ഷൂട്ട് വരിക. ഞാൻ ആ യാത്ര ക്യാൻസൽ ചെയ്യും. ചെയ്യേണ്ടി വരും, കാരണം യാത്ര പിന്നെയും ചെയ്യാം, സിനിമ നാളത്തേക്ക് വരില്ല, സിനിമ നമ്മളെ കാത്തു നിൽക്കില്ല. അപ്പം അതുകൊണ്ട് ആ ട്രാവൽ ക്യാൻസൽ. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ട്രാവൽ ചെയ്യും. അത് ഇന്ന സമയം അങ്ങനെ ട്രാവൽ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ റിലാക്സ് ചെയ്യുന്നത് അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ചിലപ്പോ ട്രാവലിംഗ് ചെയ്യില്ല, 2 ദിവസം വീട്ടിൽ ചുമ്മാ വെറുതെ ഇരിക്കും, ഒന്നും ചെയ്യാതെ ഭക്ഷണവും കഴിച്ച് ഉറങ്ങി. ചിലപ്പോൾ ഉറക്കം മാത്രമായിരിക്കും, ഫുൾ റിലാക്സ് ചെയ്യാം. അശോട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനാണ് നമുക്കെല്ലാം. ബ്രെയിനിന് നല്ല, ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും ഏത് വർക്ക് ചെയ്യുന്നവർക്കും മെയിൻലി, ഏതൊരു സാധാരണക്കാരനും മെയിൻ വേണ്ടത് ഉറക്കമാണ്. റിലാക്സ് ചെയ്യാന്നുള്ളതാണ്. ആ ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് മെന്റൽ പ്രോബ്ലം വരെ വരാം. നമുക്ക് ഡിപ്രഷൻ വരും, മൂഡ് സ്വിങ്സ് വരും, അങ്ങനെ പലതും വരും. അപ്പം BP കൂടെ പല അസുഖങ്ങൾ വരും. അപ്പം ഈ ഉറക്കം എപ്പോൾ കിട്ടുന്നോ അപ്പോൾ ഉറങ്ങുക എന്നുള്ളതാണ്, വർക്കില്ലെങ്കിൽ. അപ്പം ചില 2 ദിവസങ്ങളിലൊക്കെ ഞാൻ വീട്ടിൽ വെറുതെ ഫോണും മാറ്റി വെച്ചിട്ട് കിടന്ന് ഉറങ്ങിയ ദിവസങ്ങളുണ്ട്. ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഈ അടിനാശം വെള്ളപ്പൊക്കം ചെയ്യുന്ന സമയത്ത് നൈറ്റിൽ നല്ല ഷൂട്ട് ഉണ്ടായിരുന്നു, നൈറ്റ് വർക്കുകൾ കുറെ കൂടുതലുണ്ടായിരുന്നു, പകലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് റെസ്റ്റ് എടുക്കാൻ തോന്നി, അങ്ങനെ റെസ്റ്റ് എടുത്തു. പിന്നെ എനിക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, അപ്പം ഞങ്ങൾ ട്രാവൽ ചെയ്യും. ചില സമയത്ത് ഞാൻ സോളോ ട്രാവൽ ചെയ്യും. സോളോയും പോകാറുണ്ടോ? സോളോ പോകാറുണ്ട്. അത് എനിക്ക് ഭ്രാന്തെടുക്കുന്ന സമയത്താണ് പോകുന്നത്. അതായത് എനിക്ക് ചില നമുക്ക് പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടാവും. ആ സമയത്ത് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം വല്ലവന്റെ തലക്കിടുക, അത് വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയോ മോളുടെയോ ഒക്കെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് മാറി നിന്നിട്ട് ഒരു 2 ദിവസമൊക്കെ ചിലപ്പം എവിടെയെങ്കിലും ഉള്ള ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിലായിരിക്കും, ചിലപ്പോൾ ചെന്നൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ, അങ്ങനെ എവിടെയെങ്കിലും പോവും, അവിടെ നിന്ന് കറങ്ങിപ്പോവും. ചിലപ്പോൾ അതൊന്നും ആയിരിക്കത്തില്ല, ഒറ്റയ്ക്ക് ഏതെങ്കിലും ഹിൽ ഏരിയയിലോ എവിടെയെങ്കിലും പോവും, അവിടെ 2 ദിവസം നിൽക്കും, തിരിച്ചു വരും. അങ്ങനെയൊക്കെ ഞാൻ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് ചെയ്യാറുണ്ട്. അത് ഏറ്റവും വലിയ യാത്രകൾ എപ്പോഴും നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. റിലാക്സ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇതാണ്. സോളോ കുറവാണ്, പക്ഷെ കൂടുതലും. അപ്പൊ ചേച്ചി എപ്പോഴും ബ്രേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നത് യാത്രകൾ ചെയ്തുകൊണ്ടാണ് അല്ലേ? ആ യാത്രയുടെ ഒരു ഗുണമുള്ളതെന്ന് അറിയോ? നമ്മൾ യാത്രയും നമുക്ക് ഒരുപാട് കാര്യം നമുക്ക് അറിയാനും ഗ്രഹിക്കാനും, യാത്രയിൽ കൂടി മൈൻഡ് മാറും. യാത്രയിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. അത് ട്രാവലിംഗിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇതാണ്. അതെ, ചേട്ടന് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. ആണോ? എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. ആരെങ്കിലും അല്ലാതെ കൂടെ അല്ലാതെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഭയങ്കര യാത്ര ആസ്വദിക്കാൻ പറ്റത്തില്ല. ഡ്രൈവ് ചെയ്യുമ്പോ പലവരും ഡ്രൈവ് ചെയ്തിട്ട് അടുത്ത് നിന്നിട്ട് ഹായ് പൂച്ച പട്ടി ഇരിക്കാനാണ് എനിക്കിഷ്ടം. മറ്റൊരു ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അല്ല, അതൊക്കെ വേണം, ശരിയാണ്. ഇങ്ങനെ എനിക്കതൊക്കെ പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ഇപ്പം നമ്മളിപ്പോൾ ഈ സിനിമയുടെ തിരക്കും തിരക്ക് ചില സമയത്ത് ആ സമയത്ത് മാത്രം ഒരു യാത്ര മാറ്റി വെക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത് കറക്റ്റാണ്. കാരണം സിനിമയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഈ കസേര എഴുന്നേറ്റ് പോയാൽ അപ്പോൾ കസേര
പ്രത്യേകിച്ചും ഇപ്പോൾ ആൾക്കാർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് സ്വാഭാവികമാണ്. അതെ, അല്ല, അത് സിനിമയെന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഇരിക്കുന്നത് ശരിയാണ്. നല്ല തിരക്കുണ്ട്, ആരെയും അങ്ങോട്ടും കുറ്റമല്ല, കുറ്റം പറഞ്ഞ കാര്യമില്ല. നമ്മളിപ്പോൾ അതൊക്കെ വേണ്ടി പോകുന്നു. നമ്മൾ ചിലപ്പോൾ അവിടെ പോയിട്ട് ചായ കുടിക്കാമെന്നോ അല്ലെങ്കിൽ ഒരാളെ കണ്ട് സംസാരിക്കാനോ ഒക്കെ ആയിട്ട് പോകാതിരിക്കും. ഈ കസേര അപ്പുറത്തുള്ളവർ വേറെ പിടിച്ചു വെച്ചെങ്കിൽ നമ്മൾ ഈ കസേര തിരിച്ചിരിക്കാന്നുള്ള രീതിയിലായിരിക്കുന്നത്. അല്ല, എടുത്തോട്ടെ എന്ന് പോലും ചോദിക്കില്ല, ഒന്നും ചോദിക്കില്ല, കിട്ടില്ല. പിന്നെ നമ്മുടെ ധർമ്മം, നമ്മുടെ ലൈഫിൽ നോക്കേണ്ടത് ഒരു കസേര നമ്മൾ അന്വേഷിച്ച്, നല്ല കസേര അന്വേഷിച്ച് പോകണം. പിന്നെ കറക്റ്റാണ് ചേട്ടൻ പറഞ്ഞത്. ആ കസ എവിടെ ഒരു ഇരിക്കാൻ പറ്റിയ സംഭവം പിന്നെ നമ്മൾ മനസ്സിൽ വെക്കും. ഇനി ഇരുന്നാൽ ആരെങ്കിലും അവന്മാരെ അടിച്ചോണ്ട് പോകുന്നുള്ള ധാരണ നമ്മൾ സിനിമ, രാഷ്ട്രീയം, സിനിമയ്ക്ക് ഇതൊക്കെ തന്നെയാണ്, എല്ലാം അതുപോലെ തന്നെയാണ്. അപ്പൊ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷെ ഇന്നിപ്പോ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വന്നതിനെക്കാട്ടിലും ഒരുപാട് ആർട്ടിസ്റ്റുകളാണ് ഇന്നിപ്പോ നമ്മുടെ മലയാള സിനിമയിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്രയോ ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ ഇവർ ഇന്നിപ്പം കുറേ എല്ലാവരും തന്നെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഒരുപാട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയിലേക്കുള്ള എൻട്രിയും കുറേ പേർക്കൊക്കെ ഇപ്പം കുറേ കൂടി ഈസിയാണ്. അതുകൊണ്ടായിരിക്കാം ഇത്ര അധികം ആക്ടേഴ്സും ഒക്കെ വന്നു പോണത്. പക്ഷേ വന്നു പോകാൻ ഒരു പക്ഷെ കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാനായിട്ടാണ് അത് അവിടെയല്ലേ ശരിക്കും ഒരു ഡിഫിക്കൽട്ട് എന്ന് പറയണത്, അല്ലേ? അപ്പൊ എങ്ങനെയാ ചേച്ചി അത് നിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, കഴിവുണ്ടായാൽ മതി. പക്ഷെ കഴിവുള്ളവർക്കും ചേച്ചി അല്ല, അതെ കഴിവുള്ള, അതെ ചേച്ചി പറഞ്ഞ ഫാക്റ്റാണ്. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് ചില ആൾക്കാർ നല്ല കഴിവുള്ളവരാണ്, എന്നാലും നമ്മൾ പിന്നീട് അവരെ അധികം കാണുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി വേറൊരു കാര്യമുണ്ട്, ഈ എഴുത്തുന്ന സാധനമുണ്ട്. അത് ഇത്തിരൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ തന്നെ ഒരു വശവും ഉന്നതത്തേക്ക് കഴിവില്ലാതെ ഏതായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിവാണ് അൾട്ടിമേറ്റ് അത് തന്നെയാണ്. പിന്നെ കൂടെ ഇത്തിരി സമയം നന്നായി കൊടുക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ നടൻ, പുള്ളി ആദ്യം മൂലമുണ്ട്. പക്ഷെ പുള്ളി വേണ്ട, ഇന്ദ്രൻസ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, അശോക് ഏട്ടൻ, ആ കാറ്റഗറി ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടത്തിലെ ആൾക്കാരൊക്കെ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സ് അല്ല ഇപ്പൊ ചെയ്യുന്നത്. അതെ, അവരൊക്കെ ടോട്ടൽ ഡിഫറെന്റ്, വേറെ തന്നെ ഇതായി. എന്തുകൊണ്ട് അന്ന് അവർക്കത് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ചെയ്തില്ല? അതിനുള്ള ക്യാരക്ടേഴ്സ് വന്നില്ല, അവര് അങ്ങനെ അങ്ങ് നിന്നു. അപ്പൊ നമ്മളുടെ ടെക്നോളജി മാറുന്നതനുസരിച്ച് പല പല, ഇപ്പം അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിംസ് കാണാൻ ഫോണ്, യൂട്യൂബ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് കാസ്റ്റ് ഇത് ആൾക്കാരെ വിളിച്ച് അഭിനയിപ്പിച്ച് എടുത്ത് അവർക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് പണ്ടത്തേലേക്ക് പണ്ട് വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല, അവരെ അഭിനയിപ്പിച്ച് നോക്കി ഒരു മാസമൊക്കെ നാടകം പോലെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. 10-28 വർഷത്തിനുള്ളിൽ വർക്ക്ഷോപ്പ് വന്നിരുന്നു. വർക്ക്ഷോപ്പ് ഉണ്ടോ? അപ്പൊ ചേട്ടൻ ഞാനൊരു സിനിമ അഭിനയിച്ച് അങ്ങനെ ചെയ്ത ഒരു ആ പടം എന്താ 3-1 സിനിമ, അത് പുറത്ത് അതങ്ങനെ ഓടിയൊന്നുമില്ല. അത് കാനഡയുള്ള ഒരു ഡോക്ടർ ഹരിദാസ് ആണ് എൻ്റെ ഡയറക്ടർ, പുള്ളിയാണ്. പിന്നെ അങ്ങനെ അവരെല്ലാം കണ്ട് എടുത്ത, അവർക്ക് വേണ്ടി സിനിമയുടെ ഒരു പാഷൻ കൊണ്ട് അവരുടെ സിനിമയാണ്. ആ സിനിമ എടുത്തപ്പം വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ഷൊർണൂർ ഭാഗത്തായിരുന്നു എൻ്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ. ഷൂട്ടിംഗ് മുമ്പ് കുറേ ദിവസം അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ പോയിരുന്നു തോന്നുന്നത്. അങ്ങനെ ഉണ്ട് വർക്ക്ഷോപ്പുകൾ. ഇപ്പൊ നമുക്ക് ഇവിടെ ഉള്ളൂ അതേ കുറവുള്ളൂ, മറ്റു ഭാഷയിലൊക്കെ ഒരുപാട് ഇത് വർക്ക്ഷോപ്സ് ഉണ്ട്. ഈവൻ സൂപ്പർ സ്റ്റാർസ് പോലും, അമിതാഭ് ബച്ചൻ സാറ് അങ്ങനെയുള്ള ആൾക്കാർ പോലും വൺസ് ഇൻ എ വേ സിനിമയ്ക്കല്ലെങ്കിൽ പോലും വർക്ക്ഷോപ്സിന് അറ്റൻഡ് ചെയ്യുന്നവരാണ്. അവര് ബ്രെയിൻ ഇതാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആക്ടിങ് സ്കിൽ അല്ലെങ്കിൽ അവരുടെ ആക്ടിങ് ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നോ അല്ലെങ്കിൽ ഒന്നും കൂടി മാറ്റി പിടിക്കാൻ എന്നൊക്കെ അവര് വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുന്നത്. നമ്മളെ മലയാളികൾക്കേ ഉള്ളൂ അത് ഇല്ലാതിരിക്കുന്നത്. പക്ഷെ ഞാൻ ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഞാൻ ഇപ്പോൾ ആക്ടേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മാസത്തിൽ 1-2 എന്നുള്ള രീതിയിൽ ഇപ്പൊ ഞാൻ ലേഡീസിന് വേണ്ടിയിട്ട് ഒരെണ്ണം ചെയ്തിരുന്നു. അത് ഞാനൊരു ട്രൈ ആയിരുന്നു, കാരണം നമ്മുടെ മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് എത്ര പേര് അത് ഓക്കെ ആവുമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ട്രൈ ആയിരുന്നു. 10-12 പേരോളം ഉണ്ടായിരുന്നു. അത് പിന്നെ അത് പരാതിയായിട്ട് മാറി, ഞങ്ങളെ ആരെയും അറിയിച്ചില്ല. അപ്പോഴാണ് എല്ലാവർക്കും താല്പര്യമുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. ഞങ്ങളെ ആരെയും അറിയിച്ചില്ല, ആരും ഇത് ചെയ്തില്ല, പറഞ്ഞില്ല, മഞ്ജു പറഞ്ഞില്ല. കാരണം എന്നെ ഡെയിലി കോണ്ടാക്ട്സിലെ ആൾക്കാരെ മാത്രമേ ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പം അത് നമുക്ക് മലയാളത്തിൽ കൊണ്ടുവന്നാൽ നല്ല കാര്യമാണ്. ഓക്കെ, പറയുന്ന പോലെ എല്ലാം നിങ്ങളൊക്കെ കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. എന്നാൽ പോലും നിങ്ങൾക്ക് ഒരു ട്രെയിനിങ്ങും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സെൽഫ് ഗ്രൂമിംഗ് എന്ന് പറയും, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്
വേറെ തന്നെ ഒരു രീതിയിൽ അല്ല ചെയ്യാൻ ഇത് പറ്റിയ. നമുക്ക് വേറെ ഒന്നുമില്ല. ഈ ആക്ടിങ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഇത് ആക്ടിങ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാനല്ലേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഒരുപാട് മറ്റു സിനിമയിലെ ആക്ടേഴ്സിനെ പലതും നമ്മുടെ മലയാളത്തിലായാലും മറ്റു പല ഭാഷകളും കാണുമ്പോഴും നമുക്ക് ആ അഭിനയിക്കുന്ന കാണുകയാണെങ്കിൽ നമുക്കിത് അത് നന്നായിട്ട് കൊള്ളാവില്ല, അതുപോലെ നമുക്കൊരു പ്രചോദനമാണ്. ഇത് നമ്മളെല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അത് നമുക്ക് ചെയ്യുന്നതിൽ കുറച്ചുകൂടെ നമ്മുടെ ചെയ്യുന്ന പടം അനുകരിക്കുകയല്ല, അതല്ല പറയുന്നത്, എന്താ അനുകരിക്കുന്നില്ല, നമ്മുടേതായ രീതി ചെയ്ത് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അല്ലാതെ ഇതിപ്പോൾ ഞാനും നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, ഇതിനപ്പുറം വേറെ ഒന്നുമില്ലാന്ന് ചിന്തിച്ചാൽ തീർച്ചയായും. അതെ, പണ്ടത്തെ സിനിമയിൽ കുറേം കൂടെ ഒരു ഡ്രമാറ്റിക് രീതിയിലായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ കാലഘട്ടം റിയലിസ്റ്റിക് ആയി. അല്ല അന്നത്തെ ആ കാലഘട്ടം, അന്നത്തെ പല സ്ക്രിപ്റ്റുകളും അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെ ആ കാലത്തിൽ അങ്ങനെ, അത് കുറ്റം പറയേണ്ട കാര്യം. അതെ അതെ, അന്നത്തെ രീതി അതായിരുന്നു. ഇന്നിപ്പോ എല്ലാം വളരെ നാച്ചുറൽ ആയിട്ടും റിയലിസ്റ്റിക് ആണ് ഡയലോഗ് പറയുന്നതൊക്കെ. പിന്നെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇന്നല്ലോ. എന്താടാ പണ്ടാണ് ഇങ്ങനെ ഡയലോഗ് നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം തമാശക്കാണെങ്കിൽ പോലും വിളിക്കുന്ന ചില തെറിപ്പദങ്ങൾ അത് പണ്ടത്തെ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് യൂസ് ചെയ്ത് തുടങ്ങിയത്. പച്ചത്തെറി വിളിക്കുന്നില്ലേ? അതെ, അത് OTT-യിൽ അത് കട്ട് ചെയ്ത് കളയത്തൂല. അതിപ്പോ ആൾക്കാർ ഇഷ്ടമാണ്. എല്ലാരും പറയും അത് കാണാൻ പറ്റും, ചെറിയാണ് വൃത്തിയാണ് പറയും. ഇവരെല്ലാം പോയി രസമായിട്ട് കേൾക്കുന്നതല്ല. ഈ കുറ്റം പറയുന്നവര് മാറി തന്നെ തന്നെ കണ്ടിങ്ങനെ ആസ്വദിക്കരുത് അല്ലേ? ഇതാണ് നീ വേറെ. ഓക്കെ, അപ്പൊ ചേച്ചിയുടെ അഭിപ്രായത്തിൽ ശരിക്കും ഭാഗ്യത്തെക്കാട്ടിലും കഴിവിന് തന്നെയാണ് ഇൻഡസ്ട്രിയിൽ. ഭാഗ്യത്തെക്കാട്ടിലുമല്ല, കഴിവ് വേണം. ഭാഗ്യം വന്നിട്ട് കാര്യം. ഇത് രണ്ടും വേണം. രണ്ടും ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സമയം എന്ന് പറയും. നമുക്ക് ഒരു ക്യാരക്ടർ, എനിക്ക് എത്രയോ ക്യാരക്ടേഴ്സ് വന്നിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഈവൻ തമിഴ് അന്യഭാഷാ ചിത്രങ്ങളിൽ പോലും വന്നിട്ട് മാറിപ്പോയിട്ടുണ്ട്. അത് എനിക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ കടന്ന് ഞാനിനി എത്ര നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാലും, എത്ര മനോഹരമായിട്ട് പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞാലും, നമ്മുടെ സമയം ശരിയല്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ വേറൊരാളുടെ തലയിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അവരെ ചെയ്യുള്ളൂ. എന്നാൽ വേറെ ആൾക്കാരുടെ സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം അത് എനിക്ക് വിധിച്ചിരിക്കുന്നതാണ്. നമുക്ക് പറയാൻ പറ്റില്ലടാ. വിധി എന്ന് പറഞ്ഞ സാധനം തലവരെയാണത് ശരിക്കും. അയാൾ ഭയങ്കര കഴിവുള്ള ആളാണ്, പക്ഷേ ഒരു ജോലിയില്ലാതെ കാലങ്ങളായിട്ട് വീട്ടിലിരിക്കാൻ. അതെ, അങ്ങനെ എത്രയോ പേരെ കാണുന്നുണ്ട് നമ്മള്. നമുക്ക് എക്സാമ്പിൾ പറയാൻ ഒരുപാട് പേരുണ്ട് അല്ലേ? അപ്പൊ ഭാഗ്യത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും സമയം കൂടെ ഒന്നായിരിക്കണം. അതെ, ചേട്ടൻ ഇപ്പം പണ്ട് ഒരു സമയത്ത് സിനിമയിലേക്ക് പോകുന്ന സമയത്ത് ചേട്ടന്റെ കുറെ കൂടെ യങ് ഏജില് അന്നും ബാക്ക് ടു ബാക്ക് ചേട്ടൻ പറഞ്ഞു ഒരുപാട് വന്ന സിനിമകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നൊക്കെ എല്ലാം ചെയ്യും. കാരണം സിനിമയുടെ അത്ര വലിയ ആർത്തിയും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഒരു സിനിമയിൽ നമ്പർ ഓഫ് പിക്ചേഴ്സ് കൂട്ടി ഇങ്ങനെയൊക്കെ കാണിക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അതെ അതെ, അത് റോളൊന്നും ചിലപ്പോൾ നോക്കില്ല. അന്ന് നമ്മ കഥ കേൾക്കുന്ന രീതിയൊന്നും ഇല്ലേ? സിനിമയുടെ ഓഫർ വരുമ്പോൾ തന്നെ അന്ന് കഥ കേൾക്കുന്ന രീതി എനിക്കൊന്നും നമ്മുടെ സിനിമയിൽ പലർക്കും അതില്ലെന്ന് തോന്നുന്നു. ഇല്ല അന്ന് എന്താ ഹീറോ ആണ്, വില്ലൻ, കൂടുതൽ ചോദ്യങ്ങളോ അത് ഏത് തരത്തിലുള്ളതാണ് ഒന്നും അത് ചോദിക്കില്ല. ഹീറോയിനും പുള്ളി കുറച്ചൊരു കോമഡി സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. എന്നാ ശരി ശരി, ഇപ്പൊ എത്ര വർഷം ഡേറ്റ് ഇവിടെയൊക്കെയാണ് അവ പറയും. ചിലപ്പോൾ കഥ എന്താണ് കഥ പറയും. അല്ലാതെ എനിക്ക് ആ സ്ക്രിപ്റ്റൊക്കെ പറ്റി ചോദിച്ചാൽ പ്രശ്നമാണ്. പണ്ട് പല സംവിധാനം പറയും ആ സ്ക്രിപ്റ്റ് അതൊന്നും തരില്ല എന്ന് പറയും. പിന്നെ അവര് പറയും അയാൾ സ്ക്രിപ്റ്റ് ചോദിച്ചിരിക്കുന്നത്, എന്നോട് സ്ക്രിപ്റ്റ് ചോദിച്ചു എന്നൊക്കെ ചില ഡയറക്ടർമാർ പണ്ട് പറയുമായിരുന്നു. എനിക്കറിയാം എന്താന്ന്. ഇത് ഇവരെന്താ മനസ്സിലാക്കുന്നത് പിടിയില്ല. നമ്മൾ അടിച്ചോണ്ട് അടിച്ചോണ്ട് പോകുന്നതാണ്. അല്ല, ഞാൻ ഒരു വലിയ ആളാണ്, എന്നോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ല മാറുന്നുണ്ട്, എന്തിനാ ചോദിക്കുന്നുള്ളതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. സീനിയർ ആയിട്ടുള്ള കുറെ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ. ചില ആൾക്കാർ, ഞാൻ പേര് നമ്മൾ പക്ഷേ കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാവരും ഇല്ല, കുറച്ച് ആൾക്കാരുണ്ട്. അത് പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് സ്ക്രിപ്റ്റ് വായിച്ചാൽ നമുക്കും അവർക്കും ഗുണം ചെയ്യുമെന്നുള്ളതാണ്. പക്ഷെ അവര് ലീക്ക് ആവുമോ അതായിരിക്കാം, അങ്ങനെ ഉണ്ടാകും. പിന്നെ ചില സ്ക്രിപ്റ്റ് ചോദിച്ചാൽ ഒരു അഹങ്കാരം, നീ ഇത്രക്കായോ എന്നുള്ളതാണ്. പിന്നെ സെറ്റിൽ കരിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ഇളനീർ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഭയങ്കര സ്റ്റാർ ആകും. കരിക്കുമ്പോൾ കുടിക്കോട്ടെ, ജ്യൂസേ കുടിക്കുള്ളൂ എന്ന് പറയും. ഇത് എന്തെങ്കിലും പഞ്ഞുണ്ടോ? ഇതൊന്നും ഒരു തെറ്റൊന്നും അല്ലല്ലോ. ഇന്ന് മിക്സി കൊണ്ടുവന്ന് അടിക്കോ, ജ്യൂസ് അടിച്ചു കൊടുക്കുക. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ സിനിമ ഷൂട്ടിംഗ്, സിനിമ സെറ്റ് വെച്ചിട്ട് ഇപ്പം സ്വർഗമാണ്. പിന്നെ കാരവാൻ ഉണ്ട്, പറയുമ്പോ ഇഷ്ടമുള്ള ഫുഡുണ്ട്. വെച്ചാൽ ഞാൻ ചിലപ്പോ
മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം പറയുന്നത്. മെയിൻ സ്ട്രീം മനസ്സിലായി. ഇൻക്ലൂഡിങ് നമ്മളെല്ലാവരും. മനസ്സിലായി. ഇപ്പൊ താഴോട്ടുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ വേർതിരിച്ച് കാണുന്നതുമല്ല. പക്ഷെ അന്നത്തെ കാലത്ത് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരും ഇങ്ങനെ അല്ലായിരുന്നു. ഓക്കെ. അവരൊരു മരച്ചോട്ടി കിടന്നുറങ്ങും പിന്നെ അല്ലേ? അതെ അതെ. ഉച്ചയ്ക്ക് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു തോർത്ത് വിരിച്ചിട്ട് ഒരു കല്ല് തലയെ വെച്ചിട്ട് ഒരു മരച്ചോട്ടി കിടന്നുറങ്ങി കഥയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പല പടങ്ങളും ചെയ്തു. കാര്യമൊന്നുമില്ലല്ലോ. എവിടെ തടനോട് അങ്ങോട്ട് പോയിരിക്കും. അങ്ങോട്ട് പോയിരിക്കുക, അവിടെ വെള്ളത്തിലിരിക്കുക. ചിലപ്പോൾ ഈ നമ്മുടെ കോസ്റ്റ്യൂമേഴ്സിന്റെ ഒരു ഷീറ്റോ വല്ല മാച്ച് അവിടെ തുടങ്ങും. ചിലപ്പോൾ വീടിന്റെ വരാന്തയിലോ വീടിന്റെ ബെഡ്റൂമൊക്കെ ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ കിട്ടും. ന്യൂസ് പേപ്പർ വിരിച്ച് കിടന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പം സെമിത്തേരിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ, ചുടുകാട്ടില്, അല്ലെങ്കിൽ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇപ്പൊ സിനിമ മാറിയല്ലോ, സ്വർഗമാണ്. ഏറ്റവും നമ്മുടെ പിന്നെ നസൂർ സാറ് പറഞ്ഞേ. അയ്യോ അത് പറയാം. അദ്ദേഹം കിടന്ന കാര്യമായി പറയുന്നത്. അദ്ദേഹം ഒരു അരമതിൽ ഈ നസൂർ സാറും അന്നത്തെ സൂപ്പർ ഹീറോയും സൂപ്പർ ഡയറക്ടറായ എൻ കൃഷ്ണനാഥ് സാറും കൂടെ ഒരു അരമതിൽ ഒരു ചെറിയ തോർത്തോ തലയണയൊക്കെ വെച്ച് അതി രണ്ട് കിടന്ന ഒരു സെറ്റിലാണ് കിടന്ന് നമ്മൾ പടം പല പ്രാവശ്യം അത് വന്നിട്ടുണ്ട്. ഇപ്പൊ ആൾക്കാർക്ക് കമന്റിൽ പറയാം, അന്നത്തെ കാലമല്ലല്ലോ ഇന്ന്. പക്ഷെ മനുഷ്യൻ തന്നെയല്ലേ. അന്നത്തെ കാലമാണെങ്കിൽ ഇന്നത്തെ കാലങ്ങളിൽ മനുഷ്യൻ തന്നെയല്ലേ ജീവിച്ചിരിക്കുന്നത്. അതെ, ചിന്താഗതിയിൽ മാറ്റം ഇല്ലല്ലോ. ഐ മീൻ അവർക്ക് വേണേ അങ്ങനെ ഒരു കാറോ അങ്ങനെ കാരവാനോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വേണ്ട അതിനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ്. ആദ്യം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിൽക്കുന്ന ആദ്യത്തെ കാരവാൻ കൊണ്ടുവന്ന MGR ആയിരുന്നു. MGR പുള്ളിക്കാണ് ആദ്യത്തെ കാരവാൻ. പറഞ്ഞു കേട്ടു, അല്ല പറഞ്ഞു. അത് പറഞ്ഞു വേറെ രജനി സാറാ പറഞ്ഞു, രജനികാന്ത്. അപ്പൊ ഇന്നിപ്പോ ഒരു സിനിമയ്ക്ക് ഷൂട്ടിങ്ങിനായിട്ട് പോകണമെന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഫീലിങ്സ്, അതിന്റെ വ്യത്യാസം എങ്ങനെയാ? ഒരു അംബാസഡർ കാറിനകത്ത് വന്ന് ഈ ആർട്ടിസ്റ്റുകളെല്ലാം 6-7 പേര് ഇടിച്ചു പോകുന്നത്, മടിയിലും സൈഡിലൊക്കെ ഞെരിഞ്ഞൊക്കെയാ പോകുന്നത്. അവിടെ പോയി ഇറക്കി വിട്ട് അടുത്തേട്ട് വരും. അങ്ങനെ ഒരു സെറ്റിൽ ഒരു 3 കാറ് കഷ്ടിച്ചേ ഉണ്ടാവുള്ളൂ മാക്സിമം. അത് ഞാൻ പറഞ്ഞ ഒരു 70 അവസാനം 80 വരെയുള്ള കാര്യം പറഞ്ഞ ഇങ്ങനെയാണെന്ന് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും ആരും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇത്ര നല്ല ഹോട്ടൽസ് ഒന്നും വന്നില്ല. ഇങ്ങനെയൊക്കെ അന്നത്തെ ഒരു ലൈഫ് അങ്ങനെയൊക്കെ. അതൊന്നും ഒരു തെറ്റോ കുഴപ്പമായിട്ടൊന്നും ആരും കണ്ടുമില്ല. അതേ പറ്റുള്ളൂ. അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എല്ലാവരും. സാറ്റിസ്ഫൈഡ്. ഡയറക്ടറൊക്കെ ചിലപ്പോൾ ഒന്നിനകത്ത് വരും, പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ ഒരുമാതിരി ഇടിച്ചു പോരണം അന്നത്തെ. നമ്മൾ ഇന്നീ സൗകര്യങ്ങൾ കൂടി കാലം കുറച്ച് മാറിക്കഴിഞ്ഞപ്പോൾ സൗകര്യം കൂടിയപ്പോഴാണ് അന്ന് ഇങ്ങനെയൊക്കെ പോയല്ലോ. നമുക്കതിനകത്ത് ഇപ്പോഴും വിഷമമൊന്നുമില്ല കേട്ടോ. ഒരു രസമായിട്ട് തന്നെ തോന്നുന്നു അന്ന് ആ സമയങ്ങൾ പലപ്പോഴും. ഓക്കെ, ചേച്ചിക്കോ? അതെ, എനിക്ക് അന്നും ഇന്നും ഞാൻ ചെയ്യാൻ പോകുന്ന ക്യാരക്ടറിൻ്റെയാണ് മെയിൻ ഇത്. ഞാൻ അന്നത്തെ കാലത്തും ജീവിച്ചിട്ടുണ്ട്, ഇന്നത്തെ കാലത്തും ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഞാനൊക്കെ വാഷ്റൂം, ഇപ്പൊ കാരവൻ വാഷ്റൂം ഒക്കെ ഉണ്ടല്ലോ, അന്നത്തെ കാലത്ത് വാഷ്റൂം പോലും ഇല്ലാതെ കാട്ടിനകത്തൊക്കെ പോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നും ഞാൻ അതുകൊണ്ട് തന്നെ എവിടെ കൊണ്ടിട്ടാലും ജീവിക്കും. നമുക്കിപ്പോൾ ഇന്നിപ്പോൾ ചേച്ചി ഇന്ന് കാരവാൻ ഇല്ല, കാരവാൻ ഉണ്ടെങ്കിലും കാരവാൻ ഇല്ലാതിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഡ്രസ് ചേഞ്ച് ഇപ്പം പബ്ലിക് റോഡിലൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രസ് ചേഞ്ചിനും അതിനൊക്കെ ഇത് വരുന്നുള്ളൂ. നല്ല ചൂടൊക്കെ ആണെങ്കിൽ ചിലപ്പം നമുക്ക് തളർന്നു പോകും. അന്നത്തെ വെയിലും അല്ല, ഇപ്പം വെയിൽ ഇച്ചിരി കാഠിന്യം കൂടുതലാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ മിക്കവാറും സെറ്റിൽ തന്നെ ഇതുപോലെ ചെയറിട്ടിട്ട് അവിടെ ഇരിക്കുന്ന പിള്ളേരുടെ ഇടയിൽ ഇരുന്ന് വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് തമാശ പറഞ്ഞ് അവരിൽ ഒരാളായിട്ട് ഇരിക്കാൻ തന്നെയാണ്. അപ്പം ഞാൻ എപ്പോഴും സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു ഷൂട്ടിന് ഇറങ്ങുമ്പോൾ എൻ്റെ ക്യാരക്ടർ അതിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, എങ്ങനെയായിരിക്കും അവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ, ആ ഒരു ഇത് തന്നെയാണ് മനസ്സിൽ ഇപ്പോഴും. അന്നും ഇപ്പം ഈ അശോകനൊക്കെ പറയുന്നത്, അശോകനൊക്കെ വന്ന് കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതെ. അപ്പം അപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെട്ടു സിനിമ. അന്ന് കുത്തി നിറച്ചു പോയിരുന്ന ഇന്ന് എനിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ അശോകന് വേണ്ടി മാത്രം ഒരു കാലം വന്നു. അപ്പോൾ അത്രയും സുഖ സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് എല്ലാം ഇന്നിപ്പോ കൂടി. കുറെ കൂടെ എല്ലാം ഈസിയായി. ഇന്ന് സുഖങ്ങൾ വളരെ കൂടിയാലും നമ്മളൊക്കെ രണ്ട് പിന്നെ സ്ഥലത്തും ഈ രണ്ട് കാര്യങ്ങളും നമ്മളൊക്കെ അനുഭവിച്ചത് കൊണ്ട് വളരെ സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ പരിധിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പം മഞ്ജു പറഞ്ഞ പോലെ കാരവൻ്റെ കാര്യം നിർബന്ധമല്ല പറഞ്ഞില്ല, ശരിയാണ്. ഇപ്പം എനിക്ക് തന്നെ ഇപ്പോൾ ഒരു കാരവൻ നമ്മളിപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ സമയം ഇരുന്ന് എനിക്ക് ബോറടിക്കും. ആ കാരവൻ ഇപ്പോൾ ചുറ്റുപാടും വലിയ ബഹളമോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി അവിടെ നടക്കും. ഞാൻ അല്ലെങ്കിൽ അപ്പുറത്ത് വെളിയിൽ പോയി ഒരു ചെയർ ഇട്ടിരിക്കും. അത്ര ഏരിയ ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സ്ഥലമാണ്. കാരണം കുറേ ഇതിനകത്തിരുന്ന് മടുത്തു. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഒരു ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഒരു ലിവിംഗ് റൂം മാത്രം ഇരിക്കില്ല. TV കുറെ കണ്ടാൽ തന്നെ ബോറടിക്കില്ല. ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ ഇറങ്ങി നടക്കുമോ, ചിലപ്പോൾ വീട്ടിലാണെങ്കിൽ അടുക്കളയിലൊക്കെ ഒന്ന് പോകും, അതിന് ബെഡ്റൂമിൽ പോകും, അല്ലെങ്കിൽ ചുമ്മാ വീടിൻ്റെ മുറ്റത്തുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇറങ്ങും. ഇത് എല്ലാ കാര്യങ്ങളും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ബോറടിയാണ്.
അമൃതം അധികമായ വിഷമല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പം നമുക്ക് ഈ രണ്ട് കാലത്തെ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇതൊന്നും വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ല. പിന്നെ വന്ന സൗകര്യങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് നമുക്ക് സന്തോഷമുണ്ട്. അത് ദൈവത്തോട് നന്ദി പറയണം. യെസ്, ഓക്കെ. അടിനാശം വെള്ളപ്പൊക്കം, എന്തുകൊണ്ടാണ് അടിനാശം വെള്ളപ്പൊക്കത്തിൽ നിങ്ങൾ ഇതിനകത്തെ ക്യാരക്ടറിന്റെ ഭാഗമാകാം, ഈ സിനിമയുടെ ഭാഗമാകാം? ഇത് അടികപ്പ്യാരെ കൂട്ടമണി സെയിം ടീമിന്റെ തന്നെയാണ് ഈ സിനിമയും. അപ്പോൾ ആ പേര് കേട്ടുമ്പോഴും ആ സിനിമ നമ്മളെല്ലാവരും കണ്ടു, വളരെ ഹിറ്റായിട്ടുള്ള ഒരു മൂവിയായിരുന്നു. ഒരു യങ് ജനറേഷന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നൊരിതാണ്. അപ്പോൾ ആ സെയിം ഗ്രൂപ്പിന്റെ തന്നെ ഇതിനകത്തും ഇതിന്റെ ടെക്നിക്കൽ സൈഡിലുള്ളതും ഇതിന്റെ പ്രൊഡക്ഷനിലും പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം യങ്സ്റ്റേഴ്സാണ്. അപ്പം നിങ്ങൾ വിചാരിച്ചിരുന്നു ഇതും ഒരു യൂത്തിന്റെ കഥ പറയുന്ന ഒരു മൂവി ആയിരിക്കുമോ? ഇതിനകത്ത് നമുക്ക് എന്താ ചെയ്യാനുണ്ടാവുക? എന്തുകൊണ്ട് ഇതിന്റെ ഭാഗമായി ചേച്ചി? എനിക്കങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വർഗീസ് വിളിച്ചിട്ട് ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം ഒരു ഭയങ്കര രസമുള്ളൊരു മൂവി ആയിരുന്നല്ലോ അടികൂട്ടമണി. അപ്പൊ അതുപോലത്തെ ഒരു സിനിമ ആകുമോ എന്താണെന്ന് നോക്കാന്ന് വെച്ചിട്ട് കഥ കേട്ടു. കഥ കേട്ടപ്പം ആക്ച്വലി കഥ കേൾക്കുമ്പോൾ അതിനകത്ത് പിള്ളേരാണ്, ഇതിൽ കാണുന്ന പിള്ളേരാണ് അതിൽ മെയിൻ. ഓക്കെ, ഷൈനും ആണ് മെയിൻ. അതിനകത്ത് ബാക്കി വരുന്ന എൻ്റെ ക്യാരക്ടർ കേട്ട് കഴിയുമ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല. കേട്ട് കഴിയുമ്പോൾ കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ പിന്നെ വർഗീസ് എനിക്കൊന്നും ചെയ്യാനില്ല വർഗീസ്, ഞാനത് ചെയ്യണോ? ചേച്ചി സ്ക്രിപ്റ്റ് വായിക്കുമെന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് തന്നു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും എനിക്കൊന്നും ചെയ്യാനില്ല. ഈ പ്രിൻസിപ്പളിലാണ് അതിനകത്ത്, ഞാൻ ഒന്നും ചെയ്യാനില്ല. ഞാൻ അശോകേട്ടൻ്റെ വൈഫായിട്ടാണ്, പ്രിൻസിപ്പളാണ്. അശോകേട്ടൻ്റെ അച്ഛൻ്റെ കോളേജാ, ഇവരുടെ കോളേജാ. പക്ഷെ ചേട്ടന്റെ കയ്യിലിരിപ്പ് കാരണം അച്ഛൻ എന്റെ പേരിൽ എഴുതി വെക്കുന്നു. അതില് പുള്ളിക്ക് നല്ലവനായ ഉണ്ണിയാണ്. അപ്പൊ അത് കാരണം ഞാൻ അത് നടത്തുന്ന കാരണം പുള്ളിക്ക് ഒരു ചെറിയ ഈഗോയും പ്രശ്നങ്ങളും, എന്നെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാ, എന്നെ എങ്ങനെ നിലംപരിശാക്കാം, അതിന് കുരുത്തക്കേട് ഉണ്ടാക്കി നടക്കുന്ന ആളാണ് പുള്ളിയും എന്റെ മോളും. പക്ഷെ 3 പേരും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. പക്ഷെ അച്ഛനും മോളും എനിക്കെതിരാണ്. എന്ന് വെച്ചാൽ അച്ഛനും മോളും തമ്മിൽ സ്നേഹമില്ല. ശത്രുവിന്റെ ശത്രു നമുക്ക് മിത്രമാണ്. പക്ഷെ അല്ല അച്ഛനും മോളും ഇല്ല. പക്ഷെ മോൾ എന്നെ ഇതാക്കുമ്പോ അച്ഛന് സന്തോഷമാണ്. പറയടി പറയരുത് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇവിടെ നശിപ്പിക്കാനാണ് ഭർത്താവ് നിൽക്കുന്നത്. അല്ല, ഈ പിന്നെ മോളെന്ന് പറഞ്ഞ ക്യാരക്ടർ, വൈഫ് എന്ന ക്യാരക്ടർ വളരെ ജെന്യുവനായിട്ടുള്ള ക്യാരക്ടറാണ്. കോളേജിലെ വളരെ ആത്മാർത്ഥ പ്രിൻസിപ്പലാണ്. ആത്മാർത്ഥമായിട്ട് കോളേജിനെ കൊണ്ടുപോകണം, നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ചിന്തയുള്ള ക്യാരക്ടറാണ്. അത് ഭർത്താവിന്റെ കയ്യിലിരിപ്പ് കാരണം ഉത്തരവാദിത്വമുള്ള സ്ത്രീ. ഇയാളൊരു തലവേദനയാണ് വാസ്തവത്തിൽ. ഇയാളെ വിളിക്കാതിരിക്കാനും പറ്റില്ല. ബോർഡ് മെമ്പർ ആണ്. മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ അവിടെ ആകെ പുള്ളി കോളേജിൽ വരുന്ന തന്നെ കോളേജിൽ നിൽക്കുന്ന തെങ്ങിൽ നിന്ന് ആദായം എടുക്കാൻ വേണ്ടി മാത്രമാണ്. തേങ്ങ വെട്ടി കാശ് ശമ്പളോ കൊടുക്കുന്നത്. ഞാൻ ശമ്പളോ തരുന്നതെന്ന് തോന്നുന്നല്ലേ? കംപ്ലീറ്റ് ഞാനാ മാനേജ് ചെയ്യുന്നത്. അപ്പൊ എന്റെ അടുത്തുള്ള ദേഷ്യം അപ്പൊ വായിക്കുമ്പോൾ ആക്ച്വലി ഒന്നുമില്ല, ഒരു പ്രിൻസിപ്പലാണ് അത്. ഇത്രയും സംഭവങ്ങൾ തന്നെ അഭിനയിച്ചപ്പോഴാ ഇത്രയും ഒരു ഇപ്പൊ പറഞ്ഞപ്പോ ഏതാണ്ടൊക്കെ ഇല്ലേ അത്. പക്ഷെ നമുക്ക് ആദ്യം കഥ പറയാൻ പറ്റത്തില്ല. ഞാനും മാക്സിമം ഒഴിഞ്ഞതാ. ഞാൻ ഇല്ല വർഗീസ്, ഞാനിപ്പോ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ നല്ല ക്യാരക്ടേഴ്സ്. അപ്പൊ ഞാൻ ഇത് വന്ന് ചെയ്ത് കഴിയുമ്പോ എന്തിനാ മഞ്ചോ അത് പോയി ചെയ്തതെന്ന് ആൾക്കാരും ഫ്രണ്ട്സൊക്കെ ചോദിക്കത്തില്ലേ? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇത് ചേച്ചി ചെയ്താൽ നന്നാവും. ഒരു ആർട്ടിസ്റ്റ് വന്ന് ചെയ്യുമ്പോ ചിലപ്പോ ഈ ക്യാരക്ടർ മാറും. ഒരു നോർമൽ പുതുമുഖത്തെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ പോകുള്ളൂ. ചേച്ചി വന്ന് ചെയ്യും അങ്ങനെ ഇങ്ങനെ കുറെ പറഞ്ഞപ്പോൾ ഞാൻ ശരി നിനക്ക് വിശ്വാസമാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞ് വന്ന് ചെയ്ത ഒരു സിനിമയാണിത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സിനിമയിൽ എന്തൊക്കെയോ ഭാഗമാണ് ആ ക്യാരക്ടർ എന്ന് മനസ്സിലായി. സിനിമയിലെ കേന്ദ്ര കഥാപാത്രമുണ്ട് കേട്ടോ, അത് മഞ്ജു ചെയ്തുകൊണ്ട് നന്നായി. അതാണ് ചിലപ്പോൾ ചിലർ പറയും ഈ വെള്ള പേപ്പറിൽ, അതായത് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ അഭിനയിക്കുന്നതിനെക്കാട്ടിലും ചിലപ്പോൾ ഇതിനകത്ത് എഴുതിയതൊന്നും ആയിരിക്കില്ല, മറിച്ച് അതിനെക്കാട്ടിലും മേളിലായിരിക്കും ആ ഒരു നല്ലൊരു ആക്ടറിന്റെ കയ്യിൽ ആ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. ഇപ്പൊ പറഞ്ഞത് ഇത് അതിന് വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്. മോശമല്ല, അശോകന്റെ ചില സൈലന്റ് റിയാക്ഷൻസ് ഉണ്ട്, ഭയങ്കര രസം. അതിനകത്തിരുന്നിട്ട് ഈ കുരുത്തക്കേട് കാണിച്ചിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില മുഖഭാവങ്ങളുണ്ട്. എനിക്ക് ഭയങ്കര രസമാണ്. ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് കുറെ ചിരിച്ചത് കണ്ടിട്ട്. അശോകേട്ടൻ അതൊക്കെ അഭിനയിക്കേണ്ടേ വന്നില്ല അല്ലേ?
ജീവിക്കുകയായിരുന്നു അവിടെ. ജീവിക്കുകയായിരുന്നു. അതെ, വീട്ടിലോ നടന്നില്ല, കിട്ടിയ വീട്ടിൽ ഇവിടെ അതൊക്കെ അങ്ങ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് ഇരുന്നു. ഓക്കെ, അപ്പൊ ചേട്ടന് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പറയുന്ന പോലത്തെ ഒരു വളരെ രസകരമായ കഥാപാത്രമായതുകൊണ്ടാണ്? പ്രോമിനന്റ് ക്യാരക്ടർ ഒന്നുമല്ല. അയ്യോ ചുമ്മാ പറയുവാ. അല്ല അങ്ങനല്ല. ചുമ്മാ പറയാ ആണ്. അല്ല, പ്രോമിനന്റ് ക്യാരക്ടർ അതല്ല. ഇതിനകത്ത് ഇപ്പൊ അങ്ങനെ ഒരു ഈ പ്രധാനപ്പെട്ട ഇതിനകത്ത് സംഭവത്തിൽ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അല്ല. പക്ഷെ ഈ ക്യാരക്ടറിന്റെ പ്രത്യേകത കൊണ്ട് അതൊക്കെ അതാണ് നേരത്തെ പറഞ്ഞതാ. ഈ ക്യാരക്ടർ ചെയ്ത് വരുന്ന ആക്ടർ എങ്ങനെയാണോ അങ്ങനെ ഇരിക്കും ആ അതാണ്. ആ ബുക്ക് പേപ്പറിൽ എഴുതിയ പോലെ ആയിരുന്നില്ല. അശോകേട്ടൻ വന്നപ്പോഴത്തേക്ക് കഥ മാറി. പക്ഷെ ആ ക്യാരക്ടർ ഞാൻ ഡബ് ചെയ്തപ്പോ ഞാൻ വർഗീസിനോട് പറഞ്ഞതാ, ഈ ക്യാരക്ടറിന് ഇപ്പോ അശോകേട്ടനെ അല്ലാതെ വേറൊരാളെ ചിന്തിക്കാൻ പറ്റുന്നില്ല. മേ ബി അശോകേട്ടന് പകരം വേറെ ആരെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ എനിക്ക് പകരം വേറെ ആരെങ്കിലും ഒക്കെ നോക്കിയിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പൊ അത് കാണുമ്പോ ചില മാൻഡ്രസും കാര്യങ്ങളൊക്കെ കാണുമ്പോ ഇതുപോലെ ചൊറിയാനൊരു എന്തൊരു ചൊറിയാണോ ചോദിച്ചതിനകത്ത്. സീരിയസ്ലി ചൊറി എന്ന് പറഞ്ഞാൽ ഡബ് ചെയ്യുമ്പോ എനിക്ക് പോലും ദേഷ്യം തോന്നുന്ന തരത്തിലുള്ള ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ. റിയൽ ലൈഫില് ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, പാവ ബോഡി ബീറ്റിംഗ് ഒക്കെ കിടപ്പോ ശല്യപ്പെടുത്താനായിട്ട് ഒരുപാട് ഉപയോഗിച്ചാണ് ഇൻസൾട്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പൊ അവർക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്ക് മനസ്സിലാവില്ല. പിന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോ അവർക്കൊരു ഇതെന്താ ഇങ്ങനെ പ്രിൻസിപ്പലിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന നോക്കുമ്പോ അറിഞ്ഞൂടെ എന്നിട്ട് മറ്റുള്ള അവര് പറയും നിങ്ങളുടെ കുടുംബ വഴക്കൊക്കെ എന്നാ തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇത് അലമ്പാക്കാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് റൂമിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് ഒട്ടുക്കുന്നുണ്ട് ഞാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ബഹളം രസമാണ്. ഓക്കെ, അപ്പൊ ഈ യൂത്തിന്റെ കൂടെ നിങ്ങളുടെയും കൂടെ ഒരു കെമിസ്ട്രിയും നിങ്ങളുടെ ഇടയിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ? ഒരു ഫാമിലി, ഇതൊരു ശരിക്കും പറഞ്ഞ ഫൺ മൂവിയാണ് അല്ലേ? എന്റർടൈൻമെന്റ് ആണ്. പിള്ളേരുടെ തമാശകളും സീരിയസ് ബട്ട് ഫൺ. പിന്നെ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു തീം ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ടോട്ടലി ഇതൊരു മറ്റേ ഭയങ്കരമായിട്ടുള്ള മറ്റേ മെസ്സേജ് ആണെങ്കിൽ പോലും ഐ മീൻ ഉദാത്തമായ അങ്ങനെയൊന്നുമല്ല, ഫൺ മൂവിയാണ്. അടികപ്പേര് കൂട്ടമണിയിൽ ഉണ്ടാവുന്ന ആ ഫണ്ണില്ലേ, അത് ഏകദേശം ഇതിലൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ പ്ലസ് ഫാമിലി ഒരു സെന്റിമെന്റ്സും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഷൈനാണ് ഇതിനകത്തൊരു ഷൈൻ ചെയ്ത് നിൽക്കുന്നതോ ആണോ? ആണല്ലേ? അത് ടീച്ചറിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ബൈച്ചേട്ടൻ പറയുന്ന ഡയലോഗും ഷൈനിന്റെ ഒരു ചമ്മൽ ഫേസും അവിടുന്ന് അതാണ് നല്ല രസമായി, ഭയങ്കര ഫണ്ണായിരുന്നു ഇതിനകത്ത്. ഓക്കെ, ഷൈൻ ഇവിടെ അതെന്താ യൂത്തിന്റെ കൂടെയുള്ള അതാണ് സസ്പെൻസ്. ഓ, പഠിക്കാൻ അവിടുത്തെ മൂത്താപ്പയാണോ? അല്ല, മോട്ടിവേറ്റർ ആണ്. ഓ ഓക്കെ, ക്ലാസ് എക്സാം സമയത്ത് ഞാൻ കൊണ്ടുവരുന്ന ഒരു മോട്ടിവേറ്റർ. ഓക്കെ, അതിനെ ഞാൻ പാരമൊക്കെ നടക്കുന്നൊക്കെ അതുകൊണ്ട് ആവശ്യമില്ലാത്തടത്ത് എല്ലാം പോയി ഇടപെടും. ഇതന്നെ എങ്ങനെയൊക്കെ ഇത് കുഴപ്പമാക്കുക, കോളേജിലെ എല്ലാ പരിപാടിയും കോളേജ് പൂട്ടുക എന്നുള്ളതാണ്. അതാണോ ഇന്റൻഷൻ? വേറെ എന്ത് ഉദ്ദേശിച്ചില്ല അവനെ കൊണ്ടുവന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കഥയൊക്കെ ഉണ്ടാക്കും. ഇവര് തമ്മിൽ എന്തോ ചില കണക്ഷൻ വേറെ രീതിയിലൊക്കെ ഉണ്ട് എന്നൊക്കെ അതൊന്നും ഒരു മടിയില്ല. ടിപ്പിക്കൽ ഒരു ഇതിന്റെ കുഴപ്പക്കാർ വൃത്തികെട്ടവനാ. അപ്പൊ ഇത്രയും വൃത്തികെട്ട ഒരു കഥാപാത്രമാവാൻ അധികം ഒന്നും മെനക്കെടേണ്ടി വന്നില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ചേച്ചി ഇതിനിടയിൽ പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. അശോകേട്ടൻ നല്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് വേറെ ആര് ചെയ്തേനെ? നടക്കില്ല, അശോകേട്ടനെ പറ്റുണ്ടായിരുന്നുള്ള ഈ ഒരു കഥാപാത്രം ചെയ്യാൻ. അങ്ങനെയല്ല പറഞ്ഞത്, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല. ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ക്യാരക്ടർ ഒന്നും അല്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ കണ്ടപ്പോ ഇത് അശോകേട്ടനെ അല്ലാതെ ഇപ്പൊ ചിന്തിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സാധനം തോന്നി. കാരണം അത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അശോകേട്ടൻ തന്നെ വിചാരിക്കുകയാണെങ്കിൽ അശോകേട്ടൻ ഒരു കഥാപാത്രം വന്നു, അശോകേട്ടൻ തന്നെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ വേറൊരാളെ സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ആരെയായിരിക്കും ചേട്ടന് സജസ്റ്റ് ചെയ്യുന്നത്? ഒരുപാട് പേരുണ്ട്. അല്ല, ഓരോരുത്തർ ചെയ്യുമ്പോൾ അവരുടേതായ ഒരു ഓരോരുത്തർ ചെയ്യുമ്പോൾ അവരവരുടെ രീതിയിൽ അവർക്ക് അങ്ങനെ ഇപ്പൊ ഒരു ഇമേജ് വരും. അറിയാലും അതങ്ങനെ ചെയ്ത് കൊള്ളാം എന്ന് പറയും. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു വേഷം ഇപ്പൊ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. അവരവർ ചെയ്യുമ്പോൾ ഇന്ന് വരുന്ന എല്ലാ ആക്ടേഴ്സും വളരെ ടാലന്റഡ് ആണ്. അപ്പൊ അതാണ് അതിന്റെ ശരിക്കും പറയാനുള്ളതാണ്. സിനിമയിൽ ഇന്ന ആള് എന്നൊരു നിയമം വാസ്തവത്തിലില്ലല്ലോ.
അതാ ഒരാളല്ലേ അടുത്ത ആള് വരും. അങ്ങനെ ഇപ്പൊ ഒരാളെ കൊണ്ട് അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് അയാളെ പറ്റിയില്ല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറൊരാൾ ചെയ്യുമ്പോൾ അവരുടേതായ രീതിയിലേക്ക് വരും. പക്ഷെ അത് നിങ്ങൾ അഭിനയിച്ച് ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ അഭിനയിച്ച് പ്രതിഫലിച്ച് കാണിപ്പിക്കുമ്പോഴാണ് നമ്മളെ പോലത്തെ കാണുന്നവർക്ക് ഇത് ഇവരല്ലായിരുന്നുവെങ്കിൽ നമുക്ക് വേറൊരാളെ ചിന്തിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നും. പിന്നെ ചില ഡയറക്ടേഴ്സ് ഉണ്ട്, സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്, അത് ആ ആള് തന്നെ ചെയ്യണം. അങ്ങനെ പുള്ളിക്ക് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പുള്ളിയോട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത്, അല്ലെ ഒരു നടനോ നടിയോ ആരാ വെച്ചിരിക്കും. അത് ചില ഡയറക്ടർമാർ അങ്ങനെ തന്നെ പറയും. അതുണ്ട്. അത് അവർക്ക് അവരുടെ മനസ്സിൽ ചിലപ്പോൾ ആ ഒരു ആക്ടർ തന്നെ ഉണ്ടാവും. ചേച്ചിക്ക് തോന്നുന്ന ആരായിരിക്കും ചേച്ചിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? ആരെങ്കിലും? എനിക്കോ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൊരു ക്യാരക്ടർ അല്ല, ഇതിനകത്തെ ക്യാരക്ടർ എന്നല്ല, പൊതുവെ മഞ്ജു പിള്ള എന്ന് പറഞ്ഞ ഒരു ആക്ടർ ചെയ്യുന്ന റോളുകൾ ചേച്ചിക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഞാൻ എനിക്ക് പകരം ഒരാള് എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു മഹാനടിക്ക് പകരമാണ് ഞാൻ എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ. അതാ ബെസ്റ്റ് ആൻസർ. അത് എനിക്ക് പകരം ഒരാള് എന്ന് പറയുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം മറ്റൊരാൾക്ക് പകരം ഞാൻ, അങ്ങനെ ആൾക്കാർ പറഞ്ഞ ഒരു ആളാണ്. ലവ്ലി. അത് ബെസ്റ്റ് ആൻസർ. അതെ, ബെസ്റ്റ് ആൻസർ. ഇത് ചില നിമിത്തങ്ങളാണിത്, ഓരോരുത്തരുടെ വിധിയാണ്. എനിക്ക് ചില പടങ്ങളൊക്കെ ഇതുവഴി അമരം പറഞ്ഞ സിനിമയ്ക്കകത്ത് ആദ്യം മറ്റൊരാളെ ഉദ്ദേശിക്കുന്നതാണ്. വൈശാലിയിൽ അഭിനയിച്ച ആളാണ് അതിനകത്ത് ഹീറോ, സഞ്ജയ്. നല്ല ഉദ്ദേശം. അതിപ്പം അങ്ങനെ ആ സമയത്ത് ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം അങ്ങനെ ജോണ്ടിസ് വന്നിട്ട് യാത്ര ചെയ്യാൻ വയ്യാതായി പോയി. അപ്പൊ ടെലിഗ്രാം വന്ന് ഫോൺ, അതാണ് കാര്യം. അങ്ങനെയാണ് ഞാൻ അതിനകത്ത് വരുന്നത്. ഹോം ചെയ്യേണ്ടതാ ആണോ? പിന്നെ ഹോം എന്ന് പറഞ്ഞ സിനിമ ഉർവശി ചേച്ചിയും ശ്രീനിയേട്ടനും ആയിരുന്നു. തലവരാന്നുള്ള സാധനമുണ്ട്. അവിടെ എന്നെ കോവിഡ് രക്ഷിച്ചു. എല്ലാരെയും കോവിഡ് നശിപ്പിച്ചപ്പോ എന്നെ കോവിഡ് രക്ഷിച്ചു. അയ്യോ, ഞാൻ അങ്ങനെ ചേച്ചി എന്നെ കൊല്ലല്ലേ. സംഭവം ആ സമയത്ത് സംസ്ഥാനം മാറുന്നതിനൊക്കെ കുറെ കോംപ്ലിക്കേഷൻ അതും ഇതൊക്കെ ഉണ്ടായിരുന്നു, ക്വാറന്റൈൻ അങ്ങനെയൊക്കെ ഉള്ള ആ സമയത്ത് ആണ് അന്ന് എനിക്ക് തോന്നുന്നു ഉർവശി ചേച്ചിക്ക് വരാൻ പറ്റാതെ വരികയും ഒക്കെ വന്നപ്പോഴാണ്. അപ്പൊ അവിടെ ചേച്ചി ആയപ്പോൾ ശ്രീനിയേട്ടന്മാരെ അവിടെ ഇന്ദ്രൻ ചേട്ടൻ വരികയാണോ ചെയ്തേ? കോവിഡ് സമയം ആയതുകൊണ്ടുള്ള ഇതാണ്. എനിക്ക് തോന്നുന്നു കോവിഡ് ആയതുകൊണ്ട് ശ്രീനിയേട്ടന് അപ്പോഴും എന്തൊരു വയ്യാഴികയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോവിഡിന്റെ സമയം ആയതുകൊണ്ട് ആ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാതാവുകയും ഉർവശിക്ക് വരാൻ പറ്റാതാവുകയും ചെയ്ത സമയത്താണ് ആർട്ടിസ്റ്റിനെ മാറ്റിയിട്ട് ഇന്ദ്രേട്ടനും ഞാനും ആയത്. എന്റെ തലയിൽ വിധിച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ സിനിമകൾ ഒന്നും ചെയ്യാതിരിക്കുക, മീൻസ് സിനിമയിൽ നിന്ന് മാറി നിന്നിട്ട് കുറെ നാളായി. എന്റെ തിരിച്ചുവരവാണല്ലോ. അതെ അതെ. അല്ല, അങ്ങനെ മാറിയെന്ന് പറഞ്ഞാലും ആൾക്കാർ പലർക്കും ഈ ഫിലിം മേക്കേഴ്സിനും ഇങ്ങനെ ഒരു ആക്ടർ ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ടോ, അല്ലേ വിളിക്കത്തില്ല. കാരണം ചെയ്ത ഒരു ഗ്യാപ്പാണ് ശരി, ആ ഗ്യാപ്പ് ഫ്രഷായി. അത് അങ്ങനെ ചെയ്തവർക്ക്, അങ്ങനെ റോള് ചെയ്തവർക്കേ പിന്നെയും വിളിക്കാൻ തോന്നുള്ളൂ. കുറച്ച് നാള് കഴിഞ്ഞാൽ പക്ഷെ ആ ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ടാണ്. അതൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു ചേട്ടാ. കാരണം കുറെ നാൾ എന്നെ കാണാതിരുന്നിട്ട് കണ്ടപ്പോ പലർക്കും ഇല്ലാത്തവരും ഉണ്ടല്ലോ. എല്ലാവരും പല ചില ആൾക്കാർക്ക് കുറച്ച് പേർക്ക് ഉണ്ടായതല്ല സിനിമയിൽ. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് പ്രധാന കാര്യവും സിനിമയിൽ. ശരിക്കും അത് ജീവിതത്തിലാണ് ശരി. ഒരാൾക്ക് ഒരു പേര് ഉണ്ടെങ്കിൽ ആ പേര് ഇങ്ങനെ അത് അങ്ങനെ ഇമേജ് ഇങ്ങനെ കിടക്കും. നല്ലതാണ്, ജീവിതത്തിലാണ് ശരി എന്ന് പറയുന്ന പോലെ ആയിരുന്നു. അതുകൊണ്ട് അത് അവരോർത്തത് വിളിക്കാനും മഞ്ജു അങ്ങനെ ഇമേജ് കിടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരുമിച്ച് ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കോ, നിങ്ങളുടെ ഇടയിലുള്ള കെമിസ്ട്രിയും രസങ്ങളും ഇതെല്ലാം ആദ്യമായിട്ടാണ്, അടിനാശത്തിലൂടെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇതിനകത്ത് കൂടുതലും ഒരു സീനിൽ മാത്രമേ ഉള്ളൂ ഇച്ചിരി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി സംസാരിക്കുന്നത്. ഒറ്റ സീനിലേ ഉള്ളൂ മറ്റേ കള്ളം പറയുന്നത് അല്ലേ, സൂത്രം പതിവില്ലാതെ ഒരു നല്ല കാര്യം ആദ്യമായിട്ട് പറഞ്ഞല്ലേ, നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ മാത്രമാണ് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. അതില് ഭർത്താവ് ജയിക്കോ ഭാര്യ ജയിക്കോ അതൊക്കെ നമ്മള് ഡിസംബറിൽ ഭാര്യക്ക് അധികം ഷൗട്ട് ചെയ്യാൻ പറ്റില്ല, പ്രിൻസിപ്പലാണ്. ഇങ്ങനെ ചൊറിയുമ്പോഴും ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ. വീട്ടിൽ പോയിട്ട് കൊടുക്കുമായിരിക്കും. അതെന്തായാലും ഇല്ല, മിണ്ടൂല വീട്ടില്. ഇങ്ങനെ ഒരു സത്യം കാണാവരേ ഉള്ളൂ. ഇത്രയും ചൊറിയനായിട്ടുള്ള ഒരുത്തർ ഇരിക്കുമ്പോഴൊക്കെ നമ്മള് വല്ലതും പറയുമ്പോഴൊക്കെ കൂളാ.
ചൊറി നമുക്ക് ഏറ്റവും ചൊറി വരുന്നത് എന്താ, നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ചൊറി വരത്തില്ലേ? അങ്ങനത്തെ ചില സ്വഭാവങ്ങളൊക്കെ. ഇപ്പൊ തന്നെ കാണാൻ തോന്നുക സിനിമ, ഈ ഒരു പറച്ചിലും ഈ ഒരു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ. അപ്പൊ എന്തായാലും എത്രത്തോളാണ് ഈ പറഞ്ഞ സ്ഥിതിക്ക് അശോകേട്ടൻ എത്രത്തോളാണ് മഞ്ജു ചേച്ചിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഇത്ര അധികം വെറുപ്പിച്ചെന്നൊക്കെ ഞങ്ങളൊന്ന് കാണട്ടെ. സിനിമ കണ്ടു പറയാം. യെസ്, സിനിമ കണ്ടിട്ട് പറയാം. അപ്പോ അടിനാശം വെള്ളപ്പൊക്കത്തിന് എല്ലാവിധ ആശംസകളും സിനിമ കണ്ടിട്ട് തീർച്ചയായിട്ടും പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.